നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ ഏതാണ്? ഗോൾ ഓഫ് ദി ടൂർണമെൻറ്റ്. ഒരു പിടി മനോഹരമായ ഗോളുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ ഏത്? ഇതിന് നിങ്ങൾക്കും വോട്ട് ചെയ്യാം. ഫിഫ അതിൻ്റെ വോട്ടിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 20-ാം തീയതി മുതൽ വോട്ടിംഗ് ഓപ്പൺ ആണ്. പലരും ഇപ്പോൾ ഓൾറെഡി വോട്ട് ചെയ്തിട്ടുണ്ടാവും. 27-ാം തീയതി വരെ വോട്ടിംഗ് ഉണ്ട്. ഇനി 5 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഫിഫയുടെ വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് ഹ്യുണ്ടായി ഗോൾ ഓഫ് ദി ടൂർണമെൻറ്റ് എന്നുള്ളതിൽ പോയിട്ട് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുക. എന്തായാലും അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ ഗോളുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഗോളുണ്ട്, ഹുലിയൻ അൽവാരസിൻ്റെ ഗോളുണ്ട്, അതുപോലെ പല സൂപ്പർ താരങ്ങളുടെയും അല്ലാത്തവരുടെയും ഒക്കെ എംബാപ്പയുടെ ഗോളുണ്ട്. അങ്ങനെ പലരുടെയും ഗോളുകളുണ്ട്. നമ്മൾ നോക്കുകയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. എലിജ ജസ്റ്റിൻ്റെ ഗോളുണ്ട്. എലിജ ജസ്റ്റ് ന്യൂസിലാൻഡ് വേഴ്സസ് ഇറാൻ മത്സരത്തിൽ മനോഹരമായൊരു നീക്കത്തിൽ എലിജ ജസ്റ്റും ക്രിസ് വുഡും ചേർന്നുകൊണ്ട് അവരുടെ ആ ഒരു ഡ്യോ എത്രത്തോളം ഡെഡ്ലിയാണ് എന്ന് കാണിച്ചിട്ടുള്ള ഒരു ഗോളായിരുന്നു അത്. സോ അദ്ദേഹത്തിൻ്റെ ഗോള് വരുന്നു. അതിൽ വേണമെങ്കിൽ അതാണ് മികച്ച ഗോൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രാൻസും സെനഗലും നടന്ന മത്സരത്തിൽ കിലിയൻ എംബാപ്പയുടെ ഗോള്, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗോളായിരുന്നു. 30 യാർഡ് ദൂരെ നിന്ന് അദ്ദേഹം അടിച്ചു കയറ്റിയ ഗോളാണ്. സോ കിലിയൻ എംബാപ്പെ. ദെൻ ലയണൽ മെസ്സി, അൾജീരിയക്കെതിരെയുള്ള മെസ്സിയുടെ ഗോളുകൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ള ഒരു ടോപ്പ് കോർണറിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ എന്ന് പറഞ്ഞാൽ റോഡ്രിഗോ ഡി ബോളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബോള് ഒരു സൂപ്പർബായിട്ട് അദ്ദേഹം ടോപ്പ് കോർണറിലേക്ക് അടിച്ചു കയറ്റിയല്ലോ. ആ ഗോളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അൾജീരിയക്കെതിരെയുള്ള ഗോളുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗോള്. ദെൻ വിൽസൺ ഇൻസിഡോറിൻ്റെ ഗോളുണ്ട്. മൊറോക്കോ വേഴ്സസ് ഹെയ്റ്റി മത്സരത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ പവർ ആൻഡ് പ്രിസിഷൻ അത് രണ്ടും കൂടി ഒത്തിണങ്ങിയ ഒരു ഗോളായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിൽ തന്നെ ഹെയ്റ്റിയുടെ ഒരു മാർക്ക് രേഖപ്പെടുത്തിയ ഗോൾ എന്ന് പറയണം. ആ ഗോള് ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ ഉള്ളത് കെരിം അൽബ്രോയിഷാണ്. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന വേഴ്സസ് ഖത്തർ മത്സരത്തിലാണ് ബോസ്നിയൻ താരത്തിൻ്റെ ആ ഗോൾ പിറക്കുന്നത്. ടീനേജ് താരമാണ്, 18 വയസ്സേ ഉള്ളൂ. അദ്ദേഹം 2 ഡിഫൻഡർമാരെ ഡ്രിബിൾ പാസ് ചെയ്ത് പോയിട്ടാണ് ആ ഒരു ഗോള് അടിച്ചു കയറ്റിയത്. സോ അദ്ദേഹത്തിൻ്റെ ഗോള് വോട്ടിങ്ങിലുണ്ട്. പിന്നെ ഉള്ളത് ജെയ്സൺ മയഡയുടെ ഗോളാണ്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഗോളായിരുന്നു അത്. സ്വീഡനെതിരെയുള്ള ജപ്പാൻ്റെ 1-1 സമനിലയിൽ അവർ പിടിച്ച മത്സരത്തിലെ ഗോളാണത്. അടുത്തത് എൽഡോർ ഷൊർമുഡോവിൻ്റെ ഗോളാണ്. അത് കോങ്കോ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ മത്സരത്തിലാണ്. എന്ന് പറഞ്ഞാൽ അതും ഇഞ്ച് പെർഫെക്റ്റ് ലോബായിരുന്നു അത്. അതാണ് ആ ഗോളിനെ പറ്റി നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. ഒരു സൂപ്പർലി ക്രാഫ്റ്റഡ്, അതുപോലെ ഡെലിക്കേറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഗോള്. ഉസ്ബെക്കിസ്ഥാൻ്റെ മത്സരത്തിലൊരു ഹൈലൈറ്റ് എന്ന് പറയാവുന്നതായിരുന്നു. കളി 3-1 കോങ്കോയാണ് ജയിച്ചതെങ്കിലും ആ ഗോൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സിഡ്നി ലോപ്പസ് കബ്രാൽ, അർജൻറ്റീനയെ അവരൊന്ന് വിറപ്പിച്ചല്ലോ. ആര്? കേപ്പ് വെർദെ. അതിലൊരു സ്റ്റണ്ണിങ് ഗോൾ നിങ്ങൾ കണ്ടില്ലായിരുന്ന? പെനാൽറ്റി ബോക്സിൻ്റെ പുറത്ത് നിന്ന് വലയിലേക്ക് അടിച്ചു കയറ്റിയ സിഡ്നി ലോപ്പസ് കബ്രാലിൻ്റെ ആ ഗോൾ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത ഏർലിംഗ് ഹാലൻഡിൻ്റെ ഗോളുണ്ട്. ഏർലിംഗ് ഹാലൻഡ് ബ്രസീലിനെതിരെ 2 ഗോൾ അടിച്ചു. അതിൽ ആദ്യ ഗോൾ, രണ്ടാമത്തെ ഗോൾ, ആ ഹെഡർ ഗോളല്ല, രണ്ടാമത്തെ ഗോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഫിനിഷായിരുന്നു. ശരിക്കും ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ സമയപ്പെടുത്തി ചെയ്ത പോലെ അടിച്ചു കയറ്റിയതാണ്. സോ ആ ഗോളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പിന്നെ അത് കൂടാതെ ഹുലിയൻ അൽവാരസിൻ്റെ ഗോളുണ്ട്. അൽവാരസിൻ്റെ ഗോള് എന്ന് പറയുമ്പം ഈ ഗോളൊരു ഇൻപെർഫെക്റ്റ് എഫേർട്ടാണ് വന്നത്. അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള മത്സരത്തിൽ നമ്മളത് ഞെട്ടിച്ചുകൊണ്ട് പെനാൽറ്റി ബോക്സിൻ്റെ പുറത്ത് നിന്ന് അദ്ദേഹം അടിച്ചു കയറ്റിയ ആ ഗോളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പിന്നെ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഗോളുണ്ട്. ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം, 10 ഗോൾ പിറന്ന കളി അല്ലേ, ലൂസേഴ്സ് ഫൈനലിൽ. ആ ലൂസേഴ്സ് ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഫെറാൻ ടോറസിൻ്റെ ഗോളുണ്ട്. അതേതാ ഗോളെന്നറിയോ? അർജൻറ്റീനയെ ഫൈനലിൽ പരാജയപ്പെടുത്തിയ ഗോളാണത്. ആ ഫൈനലിലെ ഗോൾ അതും മികച്ച ഗോളിനുള്ള പട്ടികയിൽ വരുന്നു. നിങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറിയ വോട്ട് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഗോളുകൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഗോളുകൾ നമുക്ക് ഈ വീഡിയോയിൽ വെക്കാൻ പറ്റൂല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അത് കാണണമെന്നുള്ള താല്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ തൊട്ടാൽ മതി. അതിൽ ഓരോ ഗോളുകളും കാണിക്കുന്നുണ്ട്. വോട്ട് ചെയ്യാനുള്ള വഴിയുമുണ്ട്. 5 ദിവസം കൂടിയേ വോട്ടിങ്ങിന് ബാക്കിയുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.